മനസ്സിലാക്കാവുന്നതാണ്. യു പിയിലും ബീഹാറിലും മധ്യപ്രദേശിലും കർണാടകത്തിലും NDAയുടെ കുതിച്ചുകയറ്റം നേരത്തെ പ്രവചിച്ചിരുന്നതിന് സമാനമായി ആദ്യഘട്ടത്തിൽ പ്രകടമാകുമ്പോൾ കേരളത്തിൽ ആദ്യമായി കട്ടയ്ക്ക് ഒരു സീറ്റ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല 10-10 എന്ന് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ആദ്യ ഫലസൂചനകളിൽ. ഞാനൊരു വാർണിംഗ് തരാം. ഇത് ആദ്യത്തെ ഫലസൂചനയാണ്. പോസ്റ്റൽ വോട്ടുകളാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ട് വന്നു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ 10-10 ഇപ്പോഴത്തെ ഈ 10-10 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പ്രതിഫലിക്കുമോ? നോക്കൂ, തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് അതേപടി തുടരുമ്പോൾ തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലെല്ലാം LDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്ന കാഴ്ച ഏകപക്ഷീയമാകില്ലേ? ഇത്തവണ കേരളത്തിൽ ഇഞ്ചോടിഞ്ചാണോ? ആറ്റിങ്ങലിൽ വി ജോയി ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. 158. ആദ്യം വി ജോയി ലീഡ് ചെയ്തു, അതിനുശേഷം അടൂർ പ്രകാശ്, ഇപ്പോൾ വീണ്ടും വി ജോയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ വി ജോയി വീണ്ടും മുന്നിൽ. കൊല്ലത്ത് മുകേഷ് ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ തോമസ് ഐസക് ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ CA അരുൺകുമാർ ലീഡ് ചെയ്യുന്നു. ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ് ലീഡ് ചെയ്യുന്നു. തൃശൂരിൽ സുനിൽകുമാർ, ആലത്തൂരിൽ രാധാകൃഷ്ണൻ, പാലക്കാട് A വിജയരാഘവൻ, കണ്ണൂരും കാസർഗോഡും LDF സ്ഥാനാർത്ഥികൾ. ബാക്കി 10 UDF, 10 LDF. 10-10 എന്നുള്ള നിലയിൽ കേരളത്തിൽ 10 LDF, 10 UDF എന്നുള്ളതാണ് സ്ഥിതി. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം മണ്ഡലങ്ങളിൽ UDFനെ വെല്ലാൻ ആർക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് UDF സ്ഥാനാർത്ഥികൾ. അപ്പോഴും ശ്രദ്ധിക്കണം, ഇത് ആദ്യത്തെ പ്രാഥമികമായ വളരെ പ്രാഥമികമായ ആലത്തൂരിൽ 12 വോട്ടിനാണ് രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ 26 വോട്ടിനാണ് അവിടെ M മുകേഷ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഏത് നിമിഷവും അട്ടിമറിക്കപ്പെടാവുന്ന ലീഡ് നിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുകയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. NDA 157ലേക്ക് NDA എത്തുന്നു, 62ലേക്ക് ഇന്ത്യ മുന്നണി എത്തുന്നു. 157 സീറ്റുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യം രാജ്യവ്യാപകമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സ്ഥിതി 10-10 എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ശശി തരൂർ 438 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ വി ജോയ് 158 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് M മുകേഷ് 26 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് ലീഡ് ചെയ്യുന്നു.